ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ ഒരു ജനപ്രതിനിധിക്ക് ഒരു ഡെവലപ്മെന്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നാടിന് സമർപ്പിക്കുന്നത്. ഇത് അതിന്റെ അത്രയും പെയിനും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വർക്ക് എടുക്കുമ്പം ആ വർക്ക് എടുത്ത കോൺട്രാക്ടർ എന്തെങ്കിലും ഉഴപ്പിയാൽ ആ വർക്ക് അവിടെ കിടക്കും. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെയിൻ, എനിക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മെന്റൽ സ്ട്രെയിൻ ആണ്. വർക്ക് പ്രഷർ, എത്ര പ്രശ്നം വന്നാലും ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടും. ഒരു പാട്ട് കേട്ടാൽ എനിക്ക് ഓക്കെ, റിലാക്സ്ഡ് ആവും. എനിക്ക് ഭയങ്കര, എനിക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു ക്യൂറിങ്, എന്തിനേം ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മ്യൂസിക്കാന്ന് തോന്നുന്നു. പിന്നെ ഒരു നല്ല പ്രസംഗം നടത്താൻ പോകണേലും ഒരു പാട്ട് കേട്ടിട്ട് പോകും. അപ്പൊ നമുക്ക് നല്ല പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഡെപ്പോസിറ്റഡ് ആയിരിക്കുമല്ലോ വേർഡ്സ് ഒക്കെ. എന്നാൽ എക്സ്പീരിയൻസ് 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ആ ഡെപ്പോസിറ്റഡ് വേർഡ്സ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ആ ഇത് കഴിയുമ്പം കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പൊ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ നിയമസഭ സാമാജിക നിലയിൽ ഹാപ്പിയാ, അവിടെ നല്ല ആക്റ്റീവായിട്ട്. ഇപ്പം ഇവൻ അമൃത ടിവിന്റെ തന്നെ ഷോ ഒക്കെ വന്നപ്പം അത്ര പാട്ടൊന്നും പാടാറിയത് ഞാനും. ഞങ്ങൾക്ക് വേണ്ടി പാടണേ, ഇവിടെയും പാടിത്തരണേ. അത് ഞങ്ങൾ എന്തായാലും പാടിക്കാതെ വിടും. 17 വർഷമായില്ലേ ഷോ, സാരമില്ല, മുന്നോട്ട് പോകണ്ടേ ഇനി 10 അതല്ല മാം വന്ന് പാടിയ എന്റെ ഷോ നിൽക്കത്തില്ല. എന്റെ പ്രേക്ഷകർ പറയും അയ്യോ അത് കേൾക്കാൻ നല്ല രസമായിരുന്നല്ലോ എന്ന് പറയും. ആനീസ് കിച്ചണിൽ കൂടെ അത് കേൾക്കാൻ പറ്റിയല്ലോ എന്നേ പറയത്തുള്ളൂ, വേറെ എവിടെയും പറയത്തില്ല.